നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേലെ ചൊവ്വയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ടയർ പൊട്ടി അപകടം, 3 പേർക്ക് പരിക്ക്. ബെനാമി ഇടപാടിൽ പരാതിയിൽ PP ദിവ്യയെ സംരക്ഷിച്ച സർക്കാർ. അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന തീരുമാനവുമായി സർക്കാർ. ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു. അക്രമം നടത്തിയത് കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദ്. എരഞ്ഞോളി പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയമായ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. പുതിയ പദ്ധതികൾ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണൂർ മേലെ ചൊവ്വയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ടയർ പൊട്ടി അപകടം, 3 പേർക്ക് പരിക്കേറ്റു. ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടമായ കാർ ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയും ഓട്ടോ ടാക്സി മറയുകയും ചെയ്തു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. മറ്റൊരു വാഹനത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പുറത്തുവന്നു. ബെനാമി ഇടപാട് പരാതിയിൽ PP ദിവ്യയെ സംരക്ഷിച്ച് സർക്കാർ. അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. വിവിധ കരാറുകളിൽ PP ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസിന്റെ പരാതിയിൽ. വിവിധ കരാറുകളിൽ PP ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസിന്റെ പരാതിയിലാണ്. പരാതിയിൽ വിജിലൻസ് നടപടി സ്വീകരിക്കാത്തത് ചൂണ്ടിക്കാണിച്ച് മുഹമ്മദ് ഷമാത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു പിന്നാലെ ബിനാമി ഇടപാടും അഴിമതിയും നടന്നുവെന്നായിരുന്നു പരാതി. വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്നാണ് സർക്കാർ വാദം. നടപടിക്രമങ്ങളിലെ വീഴ്ചയെന്നും ടെൻഡർ നടപടികളുടെ രേഖകൾ ഇല്ല എന്നും കാണിച്ച് മുൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മാത്രം സർക്കാർ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദാണ് അക്രമം നടത്തിയത്. ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദാണ് അക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് സംഭവം. മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച റാഷിദിന്റെ ഭാര്യയെ അവരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ ബഹളം വെച്ചത്. നഴ്സിംഗ് ഓഫീസർ സൻലയെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും ലേബർ റൂമിലെ വാതിലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർത്ത് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് അധികൃതർ വിവരമറിയിച്ചത് പ്രകാരം പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസുകാരും മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗം ജീവനക്കാരും ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. അക്രമം നടത്തുന്നതിനിടെ പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ 15,000 രൂപയുടെ നാശനഷ്ടമുണ്ടായി. നഴ്സിംഗ് ഓഫീസർ സൻലയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് റാഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുന്നതും ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്നതും സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് പരിയാരം പോലീസ് പറഞ്ഞു.
എരഞ്ഞോളി പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയമായ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പുതിയ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എരഞ്ഞോളി പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയമായ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ഇതിന്റെ ഭാഗമായി ഒട്ടനവധി പദ്ധതികളാണ് വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നത്. കേരള സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഹൈസ്കൂൾ ബ്ലോക്ക്, എയർ കണ്ടീഷൻഡ് ലാബ്, ലൈബ്രറി ബ്ലോക്ക്, സ്റ്റേജ്, നവീകരിച്ച സ്റ്റേഡിയം എന്നിവയുടെ ഉദ്ഘാടനം വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ സ്കൂൾ മുറ്റത്ത് നടന്നു. 3.5 കോടി രൂപ ചെലവിലാണ് പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശിലാഫലകാനാച്ഛാദനം ചടങ്ങിൽ അധ്യക്ഷനായ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. എനിക്കെന്നെ അറിയണമെന്നില്ല, കാരണം നാം അഡ്രസ് ജനറേഷൻ ഏതാ? ഈ ഇരിക്കുന്ന ജനറേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ ഗ്രാസ്പിംഗ് പവർ ഉള്ളവരാണ്. നമ്മളെക്കാൾ ഗ്രാസ്പിംഗ് പവറും നമ്മളെക്കാൾ ടെക് ഫ്രണ്ട്ലിയുമാണ്. ടെക്നോളജി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണ്. ആ ടെക്നോളജി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ ജനറേഷൻ നാം അഡ്രസ്സ് ചെയ്യുമ്പം നമ്മൾ വളരെ അപ്ഡേറ്റഡ് ആവണം. ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഗൂഗിളിൽ പഠിച്ചിട്ടുണ്ടാവും. ചാറ്റ് ജിപിടിയുടെ കാലമാണ്. ചാറ്റ് ജിപിടിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ജനറേഷനോട് നിങ്ങൾ പരമ്പരാഗതമായി മൊണോട്ടണസായി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കൊരു പക്ഷെ അത് ഓക്വേർഡായി തോന്നും. അതുകൊണ്ട് ടീച്ചർമാർ ആധുനിക കാലത്തെ പെഡഗോഗിക്കകത്ത് മാറ്റം ഉണ്ടാവണം, ബോധന രീതിക്കകത്ത് മാറ്റം ഉണ്ടാവണം. പഠിപ്പിക്കാൻ എങ്ങനെ ആയിരിക്കണം? അതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് പറയുന്നത്, ക്ലാസ് റൂമിൽ ചോദ്യങ്ങൾ ചോദിക്കണം. കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ OT രജുമ പദ്ധതി വിശദീകരണം നടത്തി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AK ശോഭ, എരഞ്ഞോളി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N രാജൻ, മുൻ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് AK രമ്യ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K ജനാർദ്ദനൻ, പ്രധാനാധ്യാപിക AP ഷീബ, PTA പ്രസിഡന്റ് P ഷിംജിത്ത്, SMC ചെയർമാൻ KV വിനോദ് കുമാർ, AK അശോകൻ, സുശീൽ ചന്ദ്രോത്ത്, M ബാലൻ, അസീസ് വടക്കുംപാട്, ഓർമ്മച്ചെപ്പ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ നാഷിഫ് അലിമിയാൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സജീവ് തോമസ് സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ TK സതീശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ സ്വദേശി അമൽരാജിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കണ്ണവം സലാവുദ്ദീൻ വധക്കേസിലെ പ്രതിയും മറ്റ് നരഹത്യാ ശ്രമ കേസുകളിലും കൂടാതെ മാരകായുധങ്ങൾ കൈവശം വെച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പൊതുജന സമാധാനത്തിന് ഭംഗം വരുത്തിയത് ഉൾപ്പെടെ 5ഓളം കേസുകളിലും പ്രതിയുമാണ് അമൽരാജ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ സ്വദേശി അമൽരാജിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കണ്ണവം സലാവുദ്ദീൻ വധക്കേസിലെ പ്രതിയും മറ്റു നരഹത്യാ ശ്രമക്കേസുകളിലും കൂടാതെ മാരകായുധങ്ങൾ കൈവശം വെച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പൊതുജന സമാധാനത്തിന് ഭംഗം വരുത്തിയതിനുൾപ്പെടെ 5ഓളം കേസുകളിലും പ്രതിയാണ് അമൽരാജ്. കണ്ണൂർ ജില്ലാ കളക്ടറുടെ കരുതൽ തടങ്കൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPSന്റെ നിർദ്ദേശപ്രകാരം കണ്ണവം പോലീസ് ഇൻസ്പെക്ടർ സജീവ് PVയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.
ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിനായി സർവേകൾ നടത്തി സാധ്യതാ പട്ടിക തയ്യാറാക്കിയ UDF പയ്യന്നൂരിൽ തീരുമാനം വൈകിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ CPMന്റെ ശക്തമായ കോട്ടയിൽ ശക്തമായ പോരാട്ടം ഒരുക്കുന്നതിനുള്ള സാധ്യതകളാണ് കോൺഗ്രസിന്റെ തീരുമാനം വൈകുന്നതിന് പിന്നിൽ.
രക്തസാക്ഷി ഫണ്ട് വിവാദം ഉയർത്തിവിട്ട പ്രതിസന്ധി മുതലെടുത്തുള്ള മുന്നേറ്റമാണ് UDFന്റെ പദ്ധതിയിലുള്ളത്. വിവാദം തൽക്കാലത്തേക്ക് കെട്ടടങ്ങിയെങ്കിലും CPMൽ ഗുരുതരമായ ആഭ്യന്തര ഭിന്നത നിലനിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. CPM പുറത്താക്കിയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണന്റെ അന്തിമ നിലപാട് UDFന്റെ തീരുമാനം വൈകുന്നതിന് പ്രധാന കാരണം. മണ്ഡലത്തിൽ നടത്തിയ സർവേ പ്രകാരം കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരത്തിലിറങ്ങുന്നത് ഉചിതമാകുമെന്നാണ് വിലയിരുത്തൽ. കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്ന കാര്യം UDF ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. TI മധുസൂദനൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിൽ മത്സരത്തിനിറങ്ങുമെന്ന് കുഞ്ഞികൃഷ്ണൻ സൂചന നൽകിയിട്ടുമുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അറിയിച്ചിരുന്ന അദ്ദേഹം സാഹചര്യത്തിനൊത്ത് തീരുമാനിക്കുമെന്ന നിലപാടിലേക്ക് മാറിയതാണ് UDFന് പ്രതീക്ഷ നൽകുന്നത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എയർ കണ്ടീഷൻ ചെയ്ത് നവീകരിച്ച 17 റൂമുകളടങ്ങിയ എക്സിക്യൂട്ടീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത് നവീകരിച്ച 17 റൂമുകൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഏറെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമെന്ന നിലയിൽ അതിൻ്റെ നേരത്തെയുള്ള അതിൻ്റെ സ്ട്രക്ചറിന് വലിയ മാറ്റം വരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ മേഖലയായി നടത്തിയത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചു വരുന്ന ഘട്ടത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള 17 മുറികൾ ഇന്നിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇവിടെ പറയാനുള്ളത്. ഒപ്പം തന്നെ മറ്റു ചില ബ്ലോക്കുകളിൽ ഇതുപോലെ തന്നെ റൂമുകൾ നവീകരിക്കപ്പെടുന്നതിന് പോലുള്ള പ്രവൃത്തികളും അതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ ഓഫീസ് വലിയ റിസപ്ഷൻ കൗണ്ടറും ഉൾപ്പെടെ വേറെ നവീനമായ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പോലുള്ള പ്രവൃത്തികളും ആശുപത്രിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. CEO EM മിഥുൻലാൽ, വൈസ് പ്രസിഡന്റ് T. സുധീർ, ഡയറക്ടർമാരായ ഡോക്ടർ രാജീവ് നമ്പ്യാർ, ഡോക്ടർ ശ്രീജിത്ത് വളപ്പിൽ, AM രവീന്ദ്രൻ, AK രമ്യ, TP റിംന, NV മുഹമ്മദ് അലി, V. ശശീന്ദ്രൻ, E. വത്സലൻ, KV മോഹനൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P. പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു. 2 വർഷത്തെ വിജയകരമായ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ നാടിന് കാവലാളായി മാറുമെന്ന പ്രതിജ്ഞയോടെ പരേഡ് പൂർത്തിയാക്കി. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു. രണ്ട് പ്ലട്ടൂണുകളാണ് ഇന്നത്തെ പരേഡ് ഈ ഗ്രൗണ്ടിൽ അണിനിരക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCC പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ആദ്യം തന്നെ രേഖപ്പെടുത്തപ്പെട്ടു. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ തികച്ചും ആത്മബോധമുള്ളവരായും ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്നവരായും അച്ചടക്കം അതുപോലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായും മാറുന്നതിന് വേണ്ടിയുള്ള സ്കൂൾ PTA പ്രസിഡന്റ് KK സമീർ, പ്രധാനാധ്യാപിക BP ബീന, വാർഡ് അംഗം T. ബീന, K. സുരേഷ് കുമാർ, പ്രിൻസിപ്പൽ പ്രകാശൻ കർത്ത, സബ് ഇൻസ്പെക്ടർ അനൂപ് K. ഗോവിന്ദ് എന്നിവർ സംബന്ധിച്ചു. പരിശീലനം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ 40 കേഡറ്റുകൾക്ക് മെഡലും പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. സ്കൂളിലെ അധ്യാപകർ, രക്ഷിതാക്കൾ,
നാട്ടുകാർ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തി. കേഡറ്റുകൾക്ക് പരിശീലനം നൽകിയ CPO KK ഷഫീർ, ACPO G സുഗിഷ, ഡ്രിൽ പരിശീലകരായ കണ്ണവം പോലീസ് സ്റ്റേഷനിലെ D ആശ്രിത, K സുനേഷ് എന്നിവർ നേതൃത്വം നൽകി. MR തലശ്ശേരി സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഫാർമ ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ 6 ഞായറാഴ്ച തലശ്ശേരി നഗരസഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രി കാർഡിയോ വിഭാഗം ഡോക്ടർ ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ദിരാഗാന്ധി ആശുപത്രി ഓർത്തോ ഡോക്ടർ സാജിത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 16 ടീമാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി വടക്കുംപാട് ലക്കി സ്റ്റാർ ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന 63ാമത് സി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് കൂളിബസാർ EMS സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. C പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ലക്കി സ്റ്റാർ ക്ലബ്ബ് സ്ഥാപകാംഗമായിരുന്ന CV ബാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് 175 കാറ്റഗറിയിൽ മിസ്റ്റർ കണ്ണൂരായി തിരഞ്ഞെടുക്കപ്പെട്ട ലക്കി സ്റ്റാർ താരം K വിഷ്ണുവിന് ക്ലബിൻ്റെ ഉപഹാരവും നൽകി. ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷ ട്രാവൽ ഹബ്ബ് സ്റ്റീൽ വേൾഡ് അഞ്ചരക്കണ്ടി 1-4 ഗോളിന് ക്ലാസിക് കണ്ണൂരിനെ തോൽപ്പിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല നാട്ടുവർത്താനം 70ാം ആഴ്ച പിന്നിട്ടു. ക്യാൻസർ കെയർ കൺട്രോൾ കൺസോർഷ്യം ജില്ലാ പ്രസിഡന്റ് പുതുക്കുടി നാരായണൻ മുഖ്യാതിഥിയായി. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നാട്ടുവർത്താനം പരിപാടിയിൽ
ക്യാൻസർ കെയർ കൺട്രോൾ കൺസോർഷ്യം ജില്ലാ പ്രസിഡന്റ് പുതുക്കുടി നാരായണൻ മുഖ്യാതിഥിയായി. ഈ കുടുംബ അന്തരീക്ഷം മോശമാകുന്ന ഒരു പ്രധാന കാരണം ഇതാണ്. ഈ ചീത്ത പറയൽ, അങ്ങോട്ട് ചീത്ത പറയൽ, ഇങ്ങോട്ട് ചീത്ത പറയൽ, അത് ഒഴിവാക്കാനുള്ള നമ്മൾ തന്നെ, ഞാൻ മിക്കവാറും ആളുകളോട് പറയുന്നത്, നമ്മളൊക്കെ ഒരുപാട് ഈ 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കണക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ എന്ത് നേടി എന്നുള്ളത്. അപ്പൊ മിക്കവാറും ആളുകൾക്ക് എനിക്ക് നഷ്ടമാണെന്നുള്ള തോന്നും. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചിലപ്പോൾ ഈ വന്ന കുട്ടീനെയോ അല്ലെങ്കിൽ ചിത്രമൊക്കെ ഇതാക്കും. അതില്ലാതെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പരിമിതികളുണ്ടാകും. നമുക്കിപ്പോൾ നടക്കുന്നതിനോ നമുക്കൊക്കെ കാലിന്റെ ശക്തി കുറഞ്ഞു വന്നില്ലേ, അങ്ങനെയുള്ള പരിമിതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് തരത്തിലൊന്നും ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ചിലപ്പോൾ നമ്മളെ പല സ്ഥലത്തും കൊണ്ടുപോകുന്നില്ലെങ്കിൽ പോണ്ട, അല്ലെങ്കിൽ ഭക്ഷണം, ഏതെങ്കിലും ഭക്ഷണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, മോന്റെ ഭാര്യയുടെ അടുത്ത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെ അവിടെ വഴക്ക് പറയാതെ അല്ലെ വലിച്ചെറിഞ്ഞ് 2 ചീത്തയും പറഞ്ഞിട്ട് പോവാണെങ്കിൽ മോശമായി. ഭക്ഷണത്തിന്റെ പേരിൽ വെറുപ്പ് വളർത്താൻ ശ്രമിക്കുന്ന പുതിയ കാലത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ നാട്ടുവർത്തമാനത്തിലേക്ക് ഭക്ഷണം സ്നേഹത്തിന്റെ കൂടി പങ്കുവെക്കലാണെന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാണിയത്ത് രാഘവൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, വായനശാല ഭാരവാഹികളായ കെ സനൽകുമാർ, കെ വിമല എന്നിവർ സംസാരിച്ചു. MM ശശികുമാർ, കെ വി ചന്ദ്രി, കെ പ്രകാശൻ, വി മല്ലിക എന്നിവർ നേതൃത്വം നൽകി. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നൽകിയോ വാതിൽ തുറന്നു എന്തെങ്കിലും പറഞ്ഞു. കല്ലാണി നെഞ്ചിൽ നിന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണി നെഞ്ചിൽ നിന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. കടവത്തൂർ കുറുളിക്കാവ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള പന്തോത്സവം നടന്നു. ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങാണിത്. വ്രതനിഷ്ഠരായ ഭക്തർ ചടങ്ങിൽ പങ്കാളികളായി. കടവത്തൂർ കുറുളിക്കാവ് ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പന്തോത്സവം നടന്നു. ഉത്തര മലബാറിൽ തീപ്പന്തങ്ങൾ പ്രധാന വഴിപാടായി എത്തുന്ന കാവുകളിലൊന്നാണ് കടവത്തൂർ കുറുളിക്കാവ്. പന്തോത്സവത്തിന്റെ ഭാഗമായി പന്തങ്ങൾക്ക് തീ കൊളുത്തുന്നത് കാണാൻ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. വൈകിട്ട് 6:30 ആചാരപ്രകാരം ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഭക്തരുടെ പന്തങ്ങളിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് തീപ്പന്തങ്ങളുടെ അകമ്പടിയോടെ കാവ് വലം വെക്കലിന് ശേഷം ഭഗവതി അരയാൽ തറ പ്രദക്ഷിണം നടത്തി. പതിവ് പോലെ ഇത്തവണയും കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും സംഘങ്ങളായി വ്രതക്കാർ എത്തിയിരുന്നു. നീളമുള്ള പന്തങ്ങൾ കാവ് പരിസരത്ത് വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. നീളത്തിനും കെട്ടിനുമനുസരിച്ച്
400 രൂപ മുതലാണ് വില. ദൂരെ നിന്ന് വരുന്നവർ ഇവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് പന്തം വഴിപാട് നടത്തുന്നത്. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാ? ഇതുവരെ കിട്ടിയില്ല? പന്തം എവിടുന്നാ വാങ്ങിച്ചത്? എവിടെയാ സ്ഥലം? സ്വന്തം വീട് കുറ്റ്യാടിയാ? കുറ്റ്യാടിന്ന് ഇവിടെ വാഹനത്തിൽ വരുവയ്യ, എന്നിട്ട് ഇവിടുന്ന് പന്തം വാങ്ങിച്ച് കത്തിക്കും അല്ലേ? വ്രതമെടുത്തിനാ? എത്ര ദിവസം? ഒരാഴ്ച അല്ലേ? ഓക്കെ ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാ? ഇരിങ്ങൽ അല്ലേ? ഇരിങ്ങലിൽ നിന്ന് എങ്ങനെയാ ഇവിടെ വരുന്നത്? ഞാൻ സ്പെഷ്യൽ വണ്ടി എടുത്ത് വരും. പന്തം ഇവിടുന്ന് വാങ്ങിക്കും വയ്യ? വാങ്ങിക്കും അല്ലേ? എത്ര ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്? 13 ദിവസത്തെ വ്രതം അല്ലേ? അപ്പോൾ പ്രത്യേകം ഭക്ഷണം പാകം ചെയ്യുക? ഭക്ഷണം പച്ചക്കറി മാത്രം കഴിക്കും അല്ലേ? എന്നിട്ട് നിങ്ങൾ കുറേ സംഘങ്ങളായിട്ടാണ് വരുന്നത് ഇവിടെ? ഞാനൊരു 10-30 ആളുണ്ടാവും. 30 ആളൊന്നായിട്ട് വരും അല്ലേ? സമീപ പ്രദേശത്തുള്ളവർ വ്രതമെടുത്ത് പന്തങ്ങൾ സ്വന്തമായി കെട്ടിച്ചുമന്ന് കൊണ്ടുവരും. ഇവിടെ വടകര ഭാഗത്തു നിന്നും എത്തുന്ന വ്രതക്കാർക്ക് പ്രത്യേക സ്ഥാനവും ആചാരങ്ങളുമുണ്ട്. ഒരു ദിവസം മുൻപേ ആചാരസ്ഥാനികർ ഇവിടെ എത്തിച്ചേർന്ന് ചടങ്ങുകൾ നടത്തുന്ന പതിവും കാണാം. ശനിയാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടും. വൈകിട്ടോടെ ഉത്സവം സമാപിക്കും. ഉത്സവത്തിന് ഭക്ഷണം ഉൾപ്പെടെ ഇത്തവണ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയതെന്ന് ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിനയൻ മഠത്തിൽ കുറുളിക്കാവ് ധർമ്മോത്സവം പൂർവാധികം ഭംഗിയോടുകൂടിയാണ് കഴിഞ്ഞ 3-4 ദിവസമായി നടന്നു വരുന്നത്. എല്ലാ പരിപാടികളിലും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് ഫെബ്രുവരി 20 പന്തം തീ കൊളുത്തുന്ന ദിവസം കുറുളിക്കാവിൻ്റെ ചരിത്രത്തിലില്ലാത്ത ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മുഴുവൻ ഭക്തജനങ്ങൾക്കും കുറുളിക്കാവ് ആഘോഷ വികസന സമിതിയുടെ എല്ലാവിധ ഉത്സവാശംസകളും നേരുകയാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുന്നതായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മേലെ ചൊവ്വയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ടയർ പൊട്ടി അപകടം, 3 പേർക്ക് പരിക്ക്. ബെനാമി ഇടപാടിൽ പരാതിയിൽ PP ദിവ്യയെ സംരക്ഷിച്ച സർക്കാർ. അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന തീരുമാനവുമായി സർക്കാർ. ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു. അക്രമം നടത്തിയത് കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദ്. എരഞ്ഞോളി പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയമായ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. പുതിയ പദ്ധതികൾ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.